മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ ആൻ അപ്രൂവ്ഡ് അബറ്റോയർ. ഒരു അംഗീകൃത അറവുശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് അബറ്റോയർ എന്താണെന്ന് നോക്കാം. അബറ്റോയർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അറവുശാല അല്ലേ, ദ പ്ലേസസ് വെയർ ആനിമൽസ് ആർ സ്ലോട്ടേഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അതെങ്ങനെയായിരിക്കണം? രജിസ്റ്റേർഡ് ലൈസൻസിലുള്ളതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ കൺസംഷന് വേണ്ടി ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ പ്രെമിസസിനെ പറയുന്ന പേരാണ് അബറ്റോയർ. അതിൽ ഫസ്റ്റ് അബറ്റോയറിന്റെ ലൊക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അനിമലിനെ സ്ലോട്ടർ ചെയ്യുന്ന ഏരിയയാണ്, നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടാണ് അവരെ സ്ലോട്ടർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, അത് എൻവയോൺമെന്റലി പൊല്യൂട്ടഡ് അല്ലാത്തൊരു ഏരിയ ആയിരിക്കണം. അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒന്നും അവിടെ നടക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഡസ്റ്റും സൂട്ടും സ്മോക്കും കെമിക്കൽസും ഒക്കെ വരാം, അല്ലെങ്കിൽ ചില ബയോളജിക്കൽ എമിഷൻസ് പൊല്യൂട്ടൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് എന്തിനെ കണ്ടാമിനേറ്റ് ചെയ്യും? മീറ്റിനെ കണ്ടാമിനേറ്റ് ചെയ്യും. അപ്പം ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് അല്ലാത്തൊരു ഏരിയയിലായിരിക്കണം നമ്മൾ എന്ത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഒരു അബറ്റോയർ നിർമ്മിക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഫ്ലഡിൽ നിന്നും പെസ്റ്റിൽ നിന്നും വേസ്റ്റ്, അത് സോളിഡോ ലിക്വിഡോ എന്തായാലും വേസ്റ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം. ഓക്കെ, അടുത്തത് ലേ ഔട്ടാണ്. ഫസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് പെർമിറ്റ് ചെയ്യണം. പിന്നെ അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സും കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയിരിക്കണം. ഓരോ പ്രോസസ്സിനും ഓരോ സോൺ വേണം. നമ്മളിവിടെ പെൻ എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നുണ്ട്. പെൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് ഏരിയ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ വേണം ഫോർ ദ ആക്ടിവിറ്റീസ് ലൈക്ക് ലയറേജ്, അബറ്റോയർ, പ്രോസസ്സിംഗ്, പാക്കേജിങ്, ലോഡിങ്. ഓരോന്നിനും കമ്പാർട്ട്മെന്റലൈസ്ഡ് ആയിരിക്കണം ഓരോന്നും. അതിൽ ലയറേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്ലേസ് ഇൻ സ്ലോട്ടർ ഹൗസ് അല്ലെങ്കിൽ അബറ്റോയറിൻ്റെ അടുത്തുള്ള പ്ലേസ് ആണ് വെയർ ആനിമൽസ് ആർ റെസ്റ്റഡ് ബിഫോർ സ്ലോട്ടർ. ആനിമൽസിനെ കൊണ്ടുവന്ന് അത് അങ്ങനെ തന്നെ നമ്മൾ കൊല്ലുകയല്ല, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റ് ചെയ്യാനായിട്ട് ഏരിയ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ലയറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലേ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2 സോണാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് സോണും രണ്ടാമത്തത് വൈറ്റ് സോണും. ബ്ലാക്ക് സോൺ എന്താണെന്ന് വെച്ചാൽ ആനിമൽസിനെ കൊണ്ടുവരുന്ന ട്രക്കുകൾ വരുന്നത് ബ്ലാക്ക് സോൺ വഴിയാണ്. ഓക്കെ, ഈ കൊണ്ടുവരാൻ നേരത്തെ തന്നെ ഏകദേശം അത് 1% ഫോർമാലിൻ ഇട്ടിട്ട് ആ ട്രക്കെല്ലാം ഡിസിൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്ലാന്റിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഒരു മൈക്രോബ്സ് അല്ലെങ്കിൽ ഒരു കണ്ടാമിനേഷനും വരാൻ പാടില്ല. അതുകൊണ്ട് ഒരു 1% ഫോർമാലിൽ ട്രക്കിന്റെ ടയേഴ്സ് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രക്കുകളെല്ലാം വരുന്നത് ബ്ലാക്ക് സോൺ വഴിയാണ്. അതിനുശേഷം എല്ലാം ചെയ്ത് പ്രോസസ്സ് ചെയ്ത മീറ്റ്, ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വെളിയിലേക്ക് പോകുന്നത് ഏത് സോൺ വഴിയായിരിക്കും? വൈറ്റ് സോൺ വഴിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു 2 സോൺ ആക്കാൻ കാരണം ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവരൊരു ക്രോസ് മൂവ്മെന്റ് വരാതിരിക്കാനാണ്. ആനിമൽസ്, ട്രക്സ് ഒക്കെ ക്രോസ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സോൺ തിരിച്ച് വെക്കുന്നത്. ഓക്കെ, ഇനി ആനിമൽസ് നമ്മുടെ ട്രക്കിൽ വന്നു കഴിഞ്ഞാൽ അൺലോഡിങ് ഏരിയയിൽ വെച്ച് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ആനിമൽസും ടാഗ് ചെയ്യുന്നുണ്ട്. ഓരോ ആനിമൽസിനെ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അതിനുശേഷം ആ ആനിമൽസിനെ എവിടെ കീപ്പ് ചെയ്യും? റെസ്റ്റിംഗ് പെന്നിൽ കീപ്പ് ചെയ്യും. ഓക്കെ, എവിടെ കീപ്പ് ചെയ്യും? റെസ്റ്റിംഗ് പെന്നിൽ കീപ്പ് ചെയ്യും. ഇനി റെസ്റ്റിംഗ് പെന്നിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓരോ ഷിഫ്റ്റിലും സ്ലോട്ടർ ചെയ്യുന്ന ആനിമൽസിന്റെ കപ്പാസിറ്റി അനുസരിച്ച് റെസ്റ്റിംഗ് പെന്നിലുള്ള ആനിമൽസിന്റെ കപ്പാസിറ്റി മാറിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഇനി ഒരു പ്ലാന്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു ലയറേജ് ഉണ്ടാവും, റൈസ് ഉണ്ടാവും, അബറ്റോയർ ഹാൾ ഉണ്ടാവും, സ്ലോട്ടർ ലൈൻസ് ഉണ്ടാവും, ചില്ലേഴ്സ് ഉണ്ടാവും, ഡീബോണിങ് ആൻഡ് പാക്കിംഗ് ഏരിയ ഉണ്ടാവും, ഫ്രീസിങ് ആൻഡ് കോൾഡ് സ്റ്റോറേജ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലയറേജ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു എന്താണ്? പ്ലേസ് വെയർ ദ ആനിമൽസ് ആർ ആനിമൽസ് ആർ റെസ്റ്റഡ് ബിഫോർ സ്ലോട്ടർ. ഈ അറക്കുന്നതിന് മുന്നേ ആനിമൽസിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന സ്ഥലമാണ് ലയറേജ് എന്ന് പറയുന്നത്. ഇനി റേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് വെയർ ദ ആനിമൽസ് എവിടുന്ന് നമ്മുടെ ലയറേജ് ഇരിക്കുന്ന ആനിമൽസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഏരിയയിൽ നിന്ന് സ്ലോട്ടർ ഹാളിലേക്ക് അല്ലെങ്കിൽ സ്റ്റണ്ണിങ് പെന്നിലേക്ക് ആനിമൽസിനെ കൊണ്ടുവരാനുള്ള ആ ഒരു പാത്വേ ആണ് റേസസ് എന്ന് പറയുന്നത്. ആ ഒരു പിക്ചർ കാണിക്കുകയാണെങ്കിൽ ഇതാണ് റേസസ് എന്ന് പറയുന്നത്. ഇതാണ് റേസസ്. ഈ നോക്ക്, ആനിമൽസിനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഫെൻസസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് എന്തെങ്കിലും വെച്ചിരിക്കും ആനിമൽസിന്റെ കറക്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴിയാണ് ആനിമൽസിനെ ഈ ലയറേജിൽ നിന്ന് അബറ്റോയർ ഹാളിലോട്ട് അല്ലെങ്കിൽ സ്ലോട്ടർ ഹാളിലേക്ക് കൊണ്ടുവരുന്നത്.
ഓക്കെ. എന്താണ് ഇപ്പൊ ആനിമൽസിനെ കൊണ്ടുവന്ന് അത് മുറിച്ച് ഡീബോൺ അല്ലെങ്കിൽ ഡിബോൺ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് സ്റ്റണ്ണിങ് ചെയ്ത് അങ്ങനെ ഓരോ ഓരോ പ്രോസസ്സുകൾ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ആ ഭാഗങ്ങളെയാണ് സ്ലോട്ടർ ലൈൻസ് എന്ന് പറയുന്നത്. ആ ഓരോ ഓരോ സ്പെസിഫിക് ഏരിയാസ്. പിന്നെ ചില്ലേഴ്സ് ഉണ്ട്. ചില്ലേഴ്സ് എന്ന് വെച്ചാൽ ആനിമൽസിനെ ഇതുപോലെ സ്ലോട്ടർ ചെയ്തതിന് ശേഷം വേറെ കണ്ടാമിനേഷൻസ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ കണ്ടാമിനേഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് അത് എന്ത് ചെയ്യാറുണ്ട്, ചില്ല് ചെയ്യാറുണ്ട്, കൂൾ ചെയ്യാറുണ്ട്. പിന്നെ ഡീബോണിങ് ഏരിയ, എല്ലും കഷ്ണങ്ങളൊക്കെ മാറ്റുന്ന ഏരിയ. പിന്നെ അതിന് ശേഷം പാക്കേജിങ് ഏരിയ, ഫ്രീസ് ചെയ്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ. അപ്പം ഇത്രയാണ് മെയിനായിട്ട് ആ ഒരു സ്ലോട്ടർ പ്ലാന്റിൽ അല്ലേ, അറവുശാലയിൽ മെയിനായിട്ട് ഉണ്ടാവേണ്ട സ്ഥലങ്ങൾ. ഒരു ലാരേജ് ഉണ്ടായിരിക്കണം, റേസ് വേ ഉണ്ടായിരിക്കണം, ഒരു അബറ്റോയർ ഹാൾ സ്ലോട്ടർ ചെയ്യാനായിട്ടൊരു ഹാൾ ഉണ്ടായിരിക്കണം, സ്ലോട്ടർ ലൈൻസ് ഓരോന്നും ചെയ്യാനായിട്ട് ഓരോ പ്രത്യേക ഡെസ്കുകൾ വേണം. ഇനി അടുത്ത ചില്ലേഴ്സ് വേണം, ഡീബോണിങ്ങും പാക്കിംഗ് ഏരിയയും സ്റ്റോറേജ് ഏരിയയും വേണം. അടുത്ത എന്താന്ന് വെച്ചാൽ എമർജൻസി സ്ലോട്ടർ റൂം. എമർജൻസി സ്ലോട്ടർ റൂം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം പെട്ടെന്ന് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആനിമൽസിനെ വളരെ പെട്ടെന്ന് കശാപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ലോട്ടർ ചെയ്യാനുള്ള ഒരു പ്രധാന അറവുശാലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 8-10 മൃഗങ്ങളെ എപ്പോൾ വേണമെങ്കിലും കശാപ്പ് ചെയ്യാനായിട്ട് ഉള്ളൊരു റൂമാണ് എമർജൻസി സ്ലോട്ടർ റൂം എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും തടവിന്ന് രക്ഷപ്പെട്ട് വന്ന അങ്ങനത്തെ ഉള്ള മൃഗങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ഈ എമർജൻസി സ്ലോട്ടർ റൂം ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങളുടെ കൂടെ അല്ല ഇത്. പെട്ടെന്ന് ഇപ്പൊ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസ് ആണെങ്കിൽ അതിനെ പിന്നെ അങ്ങനെ തന്നെ വിട്ട് ആ ആനിമലിനെ കൂടുതൽ സഫർ ചെയ്യാൻ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ആനിമലിനെ എന്ത് ചെയ്യണം, സ്ലോട്ടർ ചെയ്യണം. അപ്പൊ അങ്ങനെ സ്ലോട്ടർ ചെയ്യാൻ ഒരു 8-10 മൃഗങ്ങളെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സ്ലോട്ടർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് എമർജൻസി സ്ലോട്ടർ റൂം. ഇറ്റ് ഇസ് നിയർ ടു ദ മെയിൻ അബറ്റർ. മെയിൻ അബറ്ററിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എമർജൻസി സ്ലോട്ടർ റൂം. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള അബറ്റോയറിൽ വർക്ക് ടൈം കഴിഞ്ഞാൽ പോലും എമർജൻസി സ്ലോട്ടർ റൂമിൽ എന്ത് ചെയ്യാം, ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ആനിമലിനുള്ള സഫറിങ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടറിന്റെ കൺട്രോളും സസ്പെൻഷനിലൂടെ മാത്രമേ ഇവിടെ ഈ എമർജൻസി സ്ലോട്ടർ റൂമിൽ വർക്കിംഗ് എല്ലാം നടക്കാറുള്ളൂ. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രേസബിലിറ്റി, ഇയർ ടാഗിങ് ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ഓഫ് ആനിമൽസ്, ട്രേസിങ് ഓഫ് ആനിമൽസിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ അൺലോഡ് ചെയ്ത ആനിമൽസിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് റെക്കോർഡിങ്സ് വെച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് സ്ലോട്ടർ ചെയ്ത് പാക്കേജ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് പോകണം. ഫസ്റ്റ് തന്നെ അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ആനിമൽസിനെ ടാഗ് ചെയ്യുന്നുണ്ട്. അവരുടെ അറൈവൽ ടൈം, സെക്സ്, ഏജ്, എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ആനിമൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ടാഗ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രൈമറി ട്രാക്കിംഗ് ആണ്. ഫസ്റ്റ് ആനിമലിനെ ടാഗ് ചെയ്യുന്നത്. അതിനുശേഷം ആനിമൽസ് എവിടെയൊക്കെ പോവാറുണ്ട്, ഈ റസ്റ്റിംഗ് ഏരിയ, സ്ലോട്ടർ ഹൗസ് എല്ലായിടത്തും. അതിനുശേഷം അതിനെ അബറ്റോയറിൽ സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുപോകാറുണ്ട്. നമുക്ക് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടക്കാറുണ്ട്. അവിടെ എല്ലാം ഓരോ പ്രോസസ്സുകളും അത്രയും റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഓരോരുത്തരും ബാച്ച് നമ്പർ പ്രൊവൈഡ് ചെയ്ത് കറക്റ്റായിട്ടാണ് ഓരോ പ്രോസസ്സുകളും നടക്കാറ്. ഇതിൽ റെസ്റ്റിംഗ് പെൻ നേരത്തെ പറഞ്ഞിരുന്നു. ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് അവരെ കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന ഒരു ഏരിയയാണ് റെസ്റ്റിംഗ് പെൻ എന്ന് പറയുന്നത്. ഇവിടെ റെസ്റ്റിംഗ് പെൻ എന്ന് പറയുമ്പോഴത്തേക്കും ആനിമൽസിനെ കൊണ്ടുവന്ന ഉടനെ തന്നെ അവർക്ക് കുടിക്കാനുള്ള അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന ആ ടൈമിലുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ മാറാനായിട്ടുള്ള എല്ലാം പ്രൊവൈഡഡ് ആയിരിക്കണം. എയറേഷനും കറക്റ്റായിട്ട് പ്രൊവൈഡഡ് ആയിരിക്കണം. ഇനി ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ആൻറ്റിമോർട്ടം എക്സാമിനേഷൻ ഈസ് ക്യാരീഡ് ഔട്ട്. ആൻറ്റിമോർട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ബിഫോർ ഡെത്ത്, നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ആനിമൽസിനെ നമ്മൾ നന്നായിട്ട് എക്സാമിൻ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നന്നായിട്ട് എക്സാമിൻ ചെയ്യണം. ഈ റെസ്റ്റിംഗ് പെൻ എന്ന് പറയുമ്പോൾ വലിയ ആനിമൽ ആണെങ്കിൽ ഒരു 2.5 മീറ്റർ സ്ക്വയർ ഏരിയയിലെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഷീപ്പിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗോട്ടിനൊക്കെ ആണെങ്കിൽ 1.2 മീറ്റർ സ്ക്വയർ ഏരിയയിലെങ്കിലും എന്തുണ്ടായിരിക്കണം, റെസ്റ്റിംഗ് പെന്നിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടാവണം. അടുത്ത ഐസൊലേഷൻ പെൻ. ഐസൊലേഷൻ പെൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ, ഇൻഫെക്ഷൻ ഒക്കെ സസ്പെക്ട് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഐസൊലേഷൻ പെൻ.
അടുത്തത് ലയറേജ് അല്ലെങ്കിൽ റൈസ്. ലയറേജ് പറഞ്ഞായിരുന്നു, ആനിമൽസിന് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ലയറേജ്. റൈസ് എന്ന് പറയുമ്പോഴേക്കും ഈ റെസ്റ്റിംഗ് ഏരിയയിൽ നിന്നും സ്ലോട്ടർ ഹൗസിലേക്ക് ആനിമൽസിനെ കൊണ്ടുവരുന്ന ആ ഒരു പാത്വേ ആണ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വേസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കണം? വളരെ ക്ലീൻ ആയിരിക്കണം, ഒരു കണ്ടാമിനേഷനും വരാൻ പാടില്ല, അത്രയും ക്ലീൻ ആയിരിക്കണം. ഇനി ഇവിടെയുള്ള യൂട്ടിലിറ്റി സർവീസസ് ആണ്. യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയേഴ്സിന്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡ് വെയർ ക്ലീൻ ചെയ്യാൻ, ഹാൻഡ് ഗ്ലൗസിൻ്റെ എല്ലാത്തിനും ഒക്കെ ആയിട്ട് ഏരിയ വേണം. ഓക്കെ, adequate and suitable facility should be provided to the workers or employees for changing clothes, cleaning of their foods, footwears and hand gloves. Similarly, അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പം മെയിലും ഫീമെയിലും ആണെങ്കിൽ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. FSSAIയുടെ നോംസ് വെച്ചിട്ട് നമ്പർ ഓഫ് വർക്കേഴ്സും അതിൻ്റെ ബാക്കിയുള്ള കണക്കുകളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു 25 എക്സീഡ് ചെയ്യാത്തതാണെങ്കിൽ, അത്രയും വർക്കേഴ്സേ ഉള്ളൂ എങ്കിൽ ലാട്രിൻസ് ഒന്ന് മതിയാവും, അതുപോലെ വാഷ് ബേസിനും ഒന്ന് മതിയാവും. ഒരു 20-29 ആണെങ്കിൽ 2 വെച്ച് വേണം. 50-100 ആണെങ്കിൽ 3. 100 കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 5 ലാട്രിൻസും വാഷ് ബേസിനെങ്കിലും വേണ്ടതാണ്. ഓക്കെ, അതുപോലെ വർക്കേഴ്സിന് അഡീക്വേറ്റ് ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുക. ഹാൻഡ് സാനിറ്റൈസേഷൻ ആയാലും, അതുപോലെ ടാപ്പ് എല്ലാം വാട്ടർ സെൻസർ ടാപ്പ് ആയിരിക്കുക, ടവൽസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക, ലോണ്ട്രി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ റൂം ഉണ്ടായിരിക്കുക. ഇനി നല്ല അഡ്വക്കേറ്റ് ആയിട്ടുള്ള നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഏരിയ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു 450 ലക്സ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. ലക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ലൈറ്റ് ബ്രൈറ്റ്നസ്. ലൈറ്റ് ബ്രൈറ്റ്നസ്സിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് ലക്സ്. ബാക്കി വർക്ക് റൂം ആണെങ്കിൽ ഒരു 220 ലക്സിൻ്റെ ബ്രൈറ്റ്നസ് വേണം ലൈറ്റിന്. അതുപോലെ മറ്റ് പ്ലേസസ് ആണെങ്കിൽ ഒരു 110 ലക്സ് വേണം. എന്തായാലും ബൾബ്സ് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കണം, കവർ ചെയ്തിരിക്കുന്ന ബൾബായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ബൾബിന് എന്തെങ്കിലും ബ്രേക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ മീറ്റിൻ്റെ കണ്ടാമിനേഷൻ കാരണമാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ബൾബ് കവർ ചെയ്തിരിക്കണം. പിന്നെ അഡീക്വേറ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കാം. വെന്റിലേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഇൻസെക്ട് സ്ക്രീൻ വയ്ക്കുക. കാരണം വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ഇൻസെക്റ്റുകൾ അകത്തേക്ക് കിടന്നാൽ അങ്ങനെയും കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു നോൺ കൊറോസീവ് മെറ്റീരിയൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് എൻക്ലോഷർ, ഒരു അടപ്പ് ഉണ്ടാക്കുക. അഡീക്വേറ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. അടുത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരിക്കും, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഓക്കെ. ഇൻ കേസ് ഉണ്ട് എങ്കിൽ അത് പ്രോസസ്സിങ് ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കണം, അത് വെൽ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തൊരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വർക്കിംഗ് പ്ലാന്റിലെ യൂട്ടൻസിൽസും എയർ, വാട്ടർ, മീറ്റ് ഒക്കെ മൈക്രോബിയൽ എക്സാമിനേഷൻ നടത്താനായിട്ടൊരു ലബോറട്ടറി വേണം. ആ ലബോറട്ടറിയിൽ കറക്റ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. സ്റ്റെറിലൈസേഷൻ റൂം, മീഡിയ പ്രിപ്പറേഷൻ റൂം, ലാമിനാർ ഡയറക്ട് ഫ്ലോ റൂം, അല്ലെങ്കിൽ വാഷിംഗ് റൂം, ഇതെല്ലാം ഒരു ലബോറട്ടറിയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ലബോറട്ടറി അവിടെ ഉണ്ടാവണം. പിന്നെ ഉള്ള റെൻഡറിങ് പ്ലാന്റ് ആണ്. റെൻഡറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ആനിമൽ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ബൈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ നോൺ എഡിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ പിന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് മാറ്റാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന ആവശ്യമില്ലാത്ത ബോൺസ് ആയാലും അതുപോലെ ഫാറ്റ്, ചില കൊഴുപ്പുകളൊക്കെ ആയാലും ബാക്കി നമുക്ക് അതൊക്കെ നോൺ എഡിബിൾ ആയിട്ടുള്ള പാർട്ടുകളാണ്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? സെല്ല് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ബോൺ മീല്, എല്ലും പൊടിയൊക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുക്കാറുണ്ട് ബാക്കി വെളിയിലെ കർഷകർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ടാളോ എന്ന് പറഞ്ഞാൽ ആനിമൽ ഫാറ്റ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആനിമൽ ഫാറ്റ്. കൂടുതലും ഷീപ്പിൽ നിന്നും അതുപോലെ ബീഫിൽ നിന്നൊക്കെയാണ് ഈ ടാളോ കിട്ടുക. അപ്പോൾ അതെന്ത് ഉണ്ടാക്കാനായിട്ട്? പൗൾട്രി ഫീഡ് ഉണ്ടാക്കാനായിട്ടും പിന്നെ സോപ്പ് മാനുഫാക്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നോൺ എഡിബിൾ ആയിട്ടുള്ള ഭാഗത്ത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് മാറ്റിയിട്ട് അവിടെ ബാക്കി പ്രോസസ്സിങ് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മീറ്റിന് എക്സ്പോർട്ടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു കൺസെൻറ്റും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് NPDA. പിന്നെ ഈ പറഞ്ഞ പോലെ റെൻഡറിങ് ഒക്കെ നടത്തുന്നത് കൊണ്ട് ഉള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ സ്ലോട്ടറിങ് പ്ലാന്റിലെ പൊല്യൂഷൻ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ബാക്കി ഈ വരുന്ന അല്ലെങ്കിൽ നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കുന്നുകൂടി കിടക്കുന്നതിനേക്കാളും ഒക്കെ ബെറ്റർ എന്താണ്? അതിന്
വേറൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പൊല്യൂഷൻ കുറഞ്ഞു കിട്ടും. അടുത്തത് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. ബാക്കി വരുന്ന ഈ വേസ്റ്റ് വാട്ടർ അതെല്ലാം ട്രീറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ETP വേണം. അത് നമുക്ക് അനേറോബിക് ആയിട്ടോ അല്ലെങ്കിൽ എയറോബിക്കലിയോ എന്ത് ചെയ്യാം? ഈ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ചില പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റൂൾസ് ഉണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ബ്രാൻഡിലുള്ള എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയിരിക്കണം ഒരു സ്ലോട്ടർ ഹൗസിൽ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഈ വേസ്റ്റ് വാട്ടേഴ്സ് ഏകദേശം ഒരു 30 BOD ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? നമ്മുടെ ബാക്കിയുള്ള ഈ പ്രെമിസസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആസ് പെർ ദ കേർണൽ ടെക്നോളജി ഫോർ അഗ്രികൾച്ചർ. കേർണൽ ടെക്നോളജി ഫോർ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ, കേർണൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഹരിയാനയിലുള്ള ഒരു സ്ഥലമാണ് കേർണൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ NDR നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കർണലിലാണുള്ളത്. കർണലിൽ നിന്ന് വരുന്ന അവിടെ നടക്കുന്ന കുറേ ഈ റിസർച്ച് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ അഗ്രികൾച്ചറൽ പാത്വേ കുറച്ചും കൂടെ വിപുലീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരുപാട് റിസർച്ച് വർക്കുകൾ നടക്കുന്ന സ്ഥലമാണ് കർണൽ. ഓക്കെ, അതുപോലെ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു സീറോ ലിക്വിഡ് ഡിസ്ചാർജിലേക്ക് നമുക്ക് നയിക്കും. കാരണം ഈ വരുന്ന എഫ്ലുവൻസ് അത് നമ്മൾ ക്ലീൻ ചെയ്യാനും അതുപോലെ ഇറിഗേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്താൽ അവിടെ ലിക്വിഡ് ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും, കുറവായിരിക്കും എന്നല്ല, കാണില്ല. അടുത്ത ഈ പറയുന്ന ബച്ചേഴ്സ് മീൻസ് എന്താണ്? കശാപ്പുകാർക്ക്, ഡോക്ടേഴ്സിന്, ബാക്കി സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരു ലെക്ചർ ഹാൾ വേണം. അതുപോലെ ഒരു ഹൈഡ് റൂം എന്ന് പറഞ്ഞാൽ, ഹൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആനിമൽസിൻ്റെ സ്കിന്നിനെയാണ് ഹൈഡ് എന്ന് പറയുന്നത്. സ്ലോട്ടർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സ്കിന്ന് നമ്മൾ കൊടുക്കുന്നില്ല, സ്കിന്നിങ് എടുക്കല്ലേ. അപ്പോൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലെതർ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആനിമലിൻ്റെ ഹൈഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഹൈഡ് റൂം വേണം ഫോർ എന്തിനാണ്? സോൾട്ടിങ് ഓഫ് ഹൈഡ്സ്. സോൾട്ടിങ് ഓഫ് ഹൈഡ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ്? ഈ ഹൈഡിനെ നമുക്ക് ഈ സ്കിന്നിനെ എന്ത് ചെയ്യാണ്? ഫർദർ പ്രോസസ്സ് ചെയ്യാണ്. എങ്ങനെ? അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം മാറ്റി ഡ്രൈ ചെയ്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒന്നും വരാത്ത രീതിയിൽ, ഒരു മൈക്രോബിയൽ കണ്ടാമിനേഷനും വരാത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹൈഡ് റൂം ഉണ്ട്. പിന്നെ ഒരു ജനറൽ സ്റ്റോർ കാണും, ഒരു വർക്ക്ഷോപ്പ് കാണും. ഓക്കെ, എന്തിനാണ്? ബാക്കി പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കാണും. ഇനി ഒരു ജനറേറ്റർ റൂം കാണും അല്ലേ? അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ജനറേറ്റർ റൂം ഉണ്ട്. ജനറേറ്റർ റൂം മറ്റ് ബാക്കി പ്ലാന്റ് ഹൗസസൊക്കെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ബാക്കി പേഴ്സണൽ ബിലോങ്സസ് ഒന്നും വയ്ക്കാതിരിക്കുക. അതുപോലെ ഫുഡ് അങ്ങനെയുള്ളതൊന്നും പ്രോസസ്സിങ് ഹാളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ടൊബാക്കോ, സ്മോക്കിംഗ് ഒക്കെ എല്ലാം ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഒരു അബറ്റോയറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്.